നടുറോഡിൽ യുവതിക്ക് നേരെ നടന്ന ക്രൂരമായ അതിക്രമം രാജ്യത്തെ സ്ത്രീ സുരക്ഷാ സംവിധാനങ്ങളെയും സോഷ്യൽ മീഡിയ വഴി രൂപപ്പെടുന്ന സൗഹൃദങ്ങൾ ചെന്നു നിൽക്കുന്ന അപകടകരമായ അവസ്ഥകളെയും കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ്. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ നവീൻ കുമാർ എന്ന യുവാവ് പട്ടാപകൽ യുവതിയെ പരസ്യമായി അപമാനിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്ത സംഭവം അത്യന്തം ഭീതിയോടെയാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത്. ഇൻസ്റ്റഗ്രാം എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആരംഭിച്ച ഒരു സാധാരണ സൗഹൃദം ഒടുവിൽ ആസൂത്രിതമായ ഒരു ആക്രമണത്തിലേക്ക് വഴിമാറിയത് എങ്ങനെയെന്നത് സമാനമായ ഡിജിറ്റൽ സൗഹൃദങ്ങൾ വെച്ച് പുലർത്തുന്നവർക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഉള്ളാൾ റോഡിൽ വെച്ച് നടന്ന ഈ സംഭവത്തിൽ യുവതിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറാനും അവരെ ശാരീരികമായി കീഴ്പ്പെടുത്താനും യുവാവ് കാണിച്ച ക്രൂരത ആധുനിക സമൂഹത്തിന്റെ മനോനിലയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. നവീൻ കുമാറും യുവതിയും തമ്മിൽ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ആദ്യമായി പരിചയപ്പെടുന്നത്. തുടക്കത്തിൽ സാധാരണ നിലയിലായിരുന്ന സൗഹൃദമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കുറച്ചു കാലത്തെ സംഭാഷണങ്ങൾക്ക് ശേഷം നവീൻ യുവതിയോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും വിവാഹം കഴിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യാൻ തുടങ്ങി. തനിക്ക് ഇത്തരമൊരു ബന്ധത്തിന് താല്പര്യമില്ലെന്ന് യുവതി പലതവണ വ്യക്തമാക്കിയെങ്കിലും നവീൻ തന്റെ നിലപാടിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. യുവതി ഇയാളെ വിലക്കുകയും സൗഹൃദം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെ നവീന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ പ്രകടമായി. വിവാഹാഭ്യർത്ഥന നിരസിച്ചത് തന്റെ വ്യക്തിത്വത്തിന് ഏറ്റ ആഘാതമായി കണ്ട നവീൻ യുവതിയെ പിന്തുടരാനും അവരെ നിരന്തരം ശല്യം ചെയ്യാനും തുടങ്ങി. തന്റെ ഇച്ഛയ്ക്ക് വഴങ്ങാത്ത സ്ത്രീയെ ഏതെങ്കിലും വിധത്തിൽ പാഠം പഠിപ്പിക്കണമെന്ന വികലമായ ചിന്താഗതിയിലാണ് അയാളെ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം നടന്ന ദിവസം യുവതി ഉള്ളാൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നവീൻ കുമാർ അവിടെ കാത്തു നിൽക്കുകയും അവരെ തടഞ്ഞു നിർത്തുകയുമായിരുന്നു. വീണ്ടും വിവാഹക്കാര്യം സംസാരിക്കാൻ ശ്രമിച്ച നവീനോട് യുവതി ശോഭിച്ചതോടെയാണ് അയാൾ ആക്രമസക്തനായത്. ജനത്തിരക്കുള്ള റോഡാണെന്നോ പകൽ സമയത്താണെന്നോ ഉള്ള യാതൊരു ഭയവുമില്ലാതെ അയാൾ യുവതിയെ കടന്നുപിടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. എതിർത്ത യുവതിയുടെ വസ്ത്രങ്ങൾ നടുറോഡിലിട്ട് വലിച്ചു കീറാൻ ശ്രമിച്ചത് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളെ പോലും ഞെട്ടിച്ചു. സ്ത്രീയുടെ അന്തസ്സിനെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ക്രിമിനൽ സ്വഭാവമുള്ള മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ്. ആക്രമണം തടയാൻ ശ്രമിച്ചവരോട് തർക്കിക്കാനും താൻ ചെയ്യുന്നത് ശരിയാണെന്ന് വരുത്തി തീർക്കാനുമാണ് നവീൻ ആദ്യം ശ്രമിച്ചത്. എന്നാൽ യുവതിയുടെ സംയോജിതമായ ഇടപെടലും അവർ നൽകിയ പരാതിയും പ്രതിയെ നിയമത്തിന് മുന്നിലെത്തിക്കുവാൻ നിർണായകമായി. ജ്ഞാനഭാരതി പോലീസ് സ്റ്റേഷനിൽ യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ IPCയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം നവീൻ കുമാറിനെതിരെ കേസെടുക്കുകയും ഉടനടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.